ഹലോ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം. ഷോർട്സിൽ കണ്ട പോലെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടും പരാജയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള അതിദിവ്യമായ ആ രാമമന്ത്രത്തെക്കുറിച്ചുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ. ഡീറ്റെയിൽ വീഡിയോ ആണ്, കണ്ടോളൂ. ശ്രീരാമദേവൻ്റെ മഹാത്മ്യം എന്നത് വർണ്ണനകൾക്ക് എത്രയോ അതീതമാണ്. രാമ എന്ന വാക്ക് ഒരുപാട് അർത്ഥതലങ്ങൾ ഉളവാക്കുന്നതുമാണ്. രാമ എന്ന വാക്കിനെ പറ്റിയുള്ള വർണ്ണനകളും കാര്യങ്ങളും ഒന്നും ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ട് പോകും. രാമ എന്നത് നാരായണായയിലെ ബീജമായ രായും നമശിവായയിലെ ബീജമായ മായും കൂടി ചേർന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഒരിക്കൽ ശ്രീ പാർവതി ദേവി ശ്രീ മഹാദേവനോട് ചോദിച്ചു, വിഷ്ണു സഹസ്രനാമത്തിന് തത്തുല്യമായ അല്ലെങ്കിൽ അതേപോലെ ജപിക്കാവുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന്. ശ്രീ മഹാദേവൻ ദേവിക്ക് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു: ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ഒരിക്കൽ കൂടി പറയാം: ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. അതായത് സഹസ്രനാമം, ദൈവത്തിൻ്റെ സഹസ്രനാമത്തിന് പകരമായി ജപിക്കാൻ കഴിയുന്നത് രാമനാമം മാത്രമാണ്. അത്രയേറെ ഫലപ്രദമാണ് രാമ എന്ന വാക്ക്. നിങ്ങൾക്കിനി ഒരു നാമം ജപിക്കാൻ സമയമില്ലെങ്കിലും അല്ലെങ്കിൽ സാഹചര്യമില്ലെങ്കിലും രാമ എന്ന് മാത്രം ജപിച്ചാൽ മതി. ഭക്തിയോടുകൂടി നിങ്ങൾക്കെല്ലാം കിട്ടുന്നതായിരിക്കും കേട്ടോ. അത്രയും ഫലപ്രദമാണ് രാമ എന്ന വാക്ക്. നിങ്ങൾക്ക് സമയമൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ആ ഒരു രണ്ട് വാക്കിൻ്റെ മഹാത്മ്യം. അത്രയേറെ അർത്ഥതലങ്ങളും വളരെയധികം പവർഫുള്ളുമാണ് രാമ എന്ന വാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ആ ദിവ്യമന്ത്രത്തെക്കുറിച്ച് ഇനി പറയാട്ടോ. ആ മന്ത്രം ഇതാണ്: ശ്രീരാമ ജയ രാമ കോദണ്ഡ രാമ. ഒന്നുകൂടി പറയാം: ശ്രീരാമ ജയ രാമ കോദണ്ഡ രാമ. കോദണ്ഡം എന്ന് പറഞ്ഞാൽ ശ്രീരാമദേവൻ്റെ വില്ലാണ്. ശ്രീരാമദേവൻ വില്ലെടുത്താൽ ഒരിക്കലും പരാജയമില്ല. അപ്പോൾ പരാജയപ്പെട്ട് കിടക്കുന്നവർക്ക് ഈ ഭഗവാന്റെ മന്ത്രം ജപിക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം നിങ്ങൾ എന്താണോ ലക്ഷ്യമാക്കുന്നത് അത് തീർച്ചയായും നിറവേറൂട്ടോ. ഭക്തിയോടുകൂടി ജപിച്ചോളൂ, ഒരു സംശയവുമില്ല, 100% ഉറപ്പാണ്. നിങ്ങൾ എന്താണോ പരാജയപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തിലാണോ പരാജയപ്പെട്ട് നിൽക്കുന്നത് അതേ കാര്യം നിങ്ങൾ പൂർണ്ണമായും വിജയിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാണ്, ഇതൊക്കെ ചെയ്യുമ്പോൾ ഭക്തി, അതുപോലെ വിശ്വാസം, ശ്രദ്ധ, ഈ 3 കാര്യങ്ങളും വേണം. നമ്മൾ 2 ദിവസം ചൊല്ലിയിട്ട് ഫലമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. 108 തവണ മിനിമം ജപിക്കണം. അതല്ല അത്രയും പ്രയാസത്തിലുള്ളവരാണെങ്കിൽ 1008 10,008 എത്രയാണോ നിങ്ങൾക്ക് ജപിക്കേണ്ടത് അത്രയും ജപിച്ചോളൂ. മന്ത്രം എത്രത്തോളം ജപിക്കണോ അത്രയും ഫലം തരും. എന്താണ് മന്ത്രം എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്ന ആളെ രക്ഷിക്കും. അപ്പോൾ എത്രത്തോളം നിങ്ങൾ ജപിക്കുന്നോ അത്രയും നിങ്ങളെ ആ മന്ത്രം രക്ഷിക്കുമെന്നാണ് പറയുക. ശ്രീരാമ ജയരാമ കോദണ്ഡ രാമ എന്ന മന്ത്രം ജപിച്ചോളൂ. നിങ്ങൾ എവിടെയാണോ പരാജയപ്പെട്ടത് ആ പരാജയപ്പെട്ടിടത്തെല്ലാം നിങ്ങൾ വീണ്ടും ശ്രമിച്ചോളൂ, വിജയിക്കുക തന്നെ ചെയ്യും. എത്രയേറെ ദിവസങ്ങൾ ജപിക്കണമെങ്കിൽ അത്രയേറെ ചെയ്തോളൂ. ജീവിതം മുഴുവൻ ജപിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തോളൂ. എന്നും വിജയം മാത്രമേ നിങ്ങൾക്കുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. മന്ത്രം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, കണ്ടോളൂ. അപ്പോൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നും നന്മകൾ മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്